നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് മലബാർ ഫാഷൻ ലേഡിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ വർണ്ണാഭമായ നല്ല കുറേ ഓർമ്മകൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം മലബാർ ഫാഷൻ ലേഡിയുടെ പുതുവത്സരാശംസകളും. ഫാഷൻ ട്രെൻഡുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ലോ പോയിൻ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. സത്യൻ അന്തിക്കാടിൻ്റെ പുതിയ തീരങ്ങളിലൂടെ കടന്നുവന്ന് പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും, സൗണ്ട് തോമ എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന യുവതാരം നമിത പ്രമോദാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമിത നമുക്ക് വേണ്ടി മനസ്സ് തുറക്കുന്നു. നമസ്കാരം. ശരിക്കും ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് അച്ഛൻ്റെ ഫ്രണ്ട്സ് വഴി തന്നെയായിരുന്നു. വളരെ ചെറുപ്പത്തിലായിരുന്നു വന്നത്. അത് മിനി സ്ക്രീനിൽ നിന്നായിരുന്നു ബിഗ് സ്ക്രീനിലേക്ക് വന്നത്. പിന്നീട് ഫിലിംസ്, അതിനുശേഷം മീൻസ് സത്യനങ്ങളുടെ ഫിലിമായിരുന്നു ഫസ്റ്റ് പുതിയ തീരങ്ങൾ. പിന്നീട് നല്ല നല്ല ഓഫേഴ്സ് വന്നു. എനിക്ക് തോന്നുന്നു പുതിയ തീരങ്ങളായിരുന്നു ശരിക്കും ഇൻഡസ്ട്രിയിൽ ഒരു പുതുമുഖ നടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു എൻട്രി തന്നെയായിരുന്നു. ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫിലിം ചെയ്യാൻ പറ്റി. അതും ഒരു ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ, സത്യനങ്കളിനെ പോലെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ ഒരു ആക്ടിങ് സ്കൂൾ നമ്മുടെ ബേസിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സത്യനങ്ങളിലൂടെ വർക്ക് ചെയ്തപ്പോഴും പുതിയ തീരങ്ങൾ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഫിലിം ചെയ്തപ്പോൾ തന്നെ ഉണ്ടായത്. ജീവിതത്തിലെ ഈ മാറ്റം വലിയ മാറ്റമൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ പണ്ടത്തെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ അല്ലാതെ കരിയർ വൈസ് കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, നല്ല നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കൂടുതൽ നമ്മൾ വീടെന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അവരുടെ ചുറ്റുപാടെന്ന് പറയുന്നത് വീടും സ്കൂളും ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ അതല്ലാതെ പുറത്തൊരു വേറൊരു വേൾഡുമായിട്ട് കൂടുതൽ എക്സ്പോസ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇൻഡിവിജ്വലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴും കുറച്ചുകൂടെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും മാറ്റങ്ങൾ എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമിത അന്നും ഇന്നൊക്കെ ഒരുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ശരിക്കും ഫാഷൻ എന്ന് പറയുന്നത് ഫിലിമിൽ മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ പുറത്തൊരു നോർമലായിട്ടുള്ളൊരു ഇൻഡിവിജ്വലിനെ കാണുകയാണെങ്കിൽ, ഫിലിം ഇൻഡസ്ട്രി എന്നല്ലാതെ ഒരു നോർമൽ ലൈഫിൽ ഒരാളെ കാണുകയാണെങ്കിൽ പോലും അയാൾ ഫാഷനെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്നൊരു വ്യക്തിയായിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ നോക്കിയാൽ പോലും അവർ അപ് ടു ഡേറ്റ് ആണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാം മാറ്റിയിട്ട് കറക്റ്റ് എന്തൊക്കെയാണ് ഇപ്പം പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ഈവൻ എനിക്ക് വരെ ഓരോ സജഷൻസ് തരാറുണ്ട്. അപ്പം അത് ഓഫ് കോഴ്സ് ഫിലിമിലാണെങ്കിലും അല്ലാതെ ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. നമ്മൾ ഫിലിമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈവൻ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ തരത്തിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കും, ഓർണമെൻറ്റ്സ് ആയിരിക്കും, മേക്കപ്പ് ആയിരിക്കും. ഓരോ ക്യാരക്ടേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവും. ഇപ്പോൾ ലോ പോയിൻ്റ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പുതിയ തീരങ്ങൾ, പുള്ളി, സൗണ്ട് തോമ ഇതിനെക്കാട്ടിയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അതെന്ന് പറയുന്നത് എല്ലാം ഒരു നാട്ടുമ്പുറത്തുകാരി പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ, ലോ പോയിൻറ്റിലേക്ക് വരുമ്പോൾ ഒരു മോഡേൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ കൊച്ചിയിൽ കാണുന്ന ഒരു പെൺകുട്ടിയെ പോലെയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി അവളുടെ ഫാഷനും കോസ്റ്റ്യൂംസും മേക്കപ്പും ഒക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫിലിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് വേരിയേഷൻ ഉണ്ട്. നോർമൽ ലൈഫിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും മിക്കവാറും ഫാഷൻ ചൂസ് ചെയ്യാറുള്ള. ഫാഷൻ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ കംഫർട്ടബിലിറ്റി മാത്രം നോക്കാതെ അതിന് എന്തെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ഫീച്ചറും കൂടെ വേണം. നമ്മൾ എപ്പോഴും യൂഷ്വലി ധരിക്കുന്നതല്ലാതെ കുറച്ച് യുണീക്കായിട്ട്. അപ്പം ആളുകൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നതും ഒരു കൈൻഡ് ഓഫ് നമ്മളത് കണ്ടാൽ തന്നെ ഉടനെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടറായിരിക്കണം ഫാഷൻ എന്ന് പറയുന്നത്. വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫാഷനും വസ്ത്രധാരണവുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കുക.
സെക്കൻഡ് തിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ധരിക്കുന്ന ആ കോസ്റ്റ്യൂം മറ്റുള്ളവർ എങ്ങനെ നോക്കിക്കാണും, ഐ മീൻ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. ഓരോ കോസ്റ്റ്യൂംസും നോർമലി നമ്മൾ കാണുന്നതാണെങ്കിൽ പോലും പേഴ്സണലി അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാറുണ്ട്. മോസ്റ്റ്ലി അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഏതെങ്കിലും ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും. കാരണം ഫിലിംസ് ആകുമ്പോൾ ഓരോ ക്യാരക്ടർ അനുസരിച്ച് അവർക്ക് ആ ക്യാരക്ടറിന് അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടാവും. പക്ഷേ ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ട് പേഴ്സണലി നമ്മൾ എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്. കംഫർട്ടബിൾ ആണെന്ന് നോക്കാറുണ്ട്, അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാറുണ്ട്, പാറ്റേൺ നോക്കാറുണ്ട്, എപ്പോഴും കാണുന്നതിനെക്കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ അതിലൊന്ന് നോക്കാറുണ്ട്. ഈ കുറച്ച് ഫാക്ടേഴ്സ് അതുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഡിസൈനറായിട്ട് മാറാം. ഇഷ്ടമുള്ള വസ്ത്രം എന്ന് പറയുന്നത് നോർമലി വെളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത് ജീൻസ്, ടീഷർട്ട്സ്, ടോപ്സ് അങ്ങനത്തെയാണ്. പിന്നീട് ഇപ്പോൾ സ്കേർട്ട്സ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അത് മീൻസ് നോർമൽ കൈൻഡ് ഓഫ് സ്കേർട്ട്സ് അല്ല, അല്ലാത്ത കൈൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് കൈൻഡ് ഓഫ് സ്കേർട്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഉടുത്ത് കാണാനും ഒക്കെ ഇഷ്ടമുള്ളത് സാരി തന്നെയാണ്. പക്ഷേ എനിക്കതിനുള്ള ഏജ് ആവാത്ത കാരണം ഇത് അങ്ങനെ ഉടുത്തിട്ടില്ല, വല്ലപ്പോഴൊക്കെ ഉടുക്കാറുള്ളൂ. പക്ഷേ സാരി കാണാൻ ഭയങ്കര ഭംഗിയാണ്, എല്ലാവരും ഭയങ്കര സുന്ദരികളാണ് സാരിയിൽ കാണുമ്പോൾ. ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ നോർമലി പേഴ്സണലി ആഭരണങ്ങൾ അധികം യൂസ് ചെയ്യാത്ത ആളാണ് ഞാൻ. മിക്കവാറും പുറത്തൊക്കെ വെച്ച് ആരെങ്കിലും കാണുകയാണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞ് സ്റ്റഡ് ഉണ്ടാവും, പിന്നെ ഒരു ചെറിയൊരു ചെയിൻ ഉണ്ടാവും, ഗോൾഡിൻ്റെ ചെയിൻ ഉണ്ടാവും. പിന്നെ ഫിലിം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഫങ്ഷൻസ് വരുമ്പോൾ ആ കൈൻഡ് ഓഫ് ഹെവി ഇയറിങ്സ്, മോസ്റ്റ്ലി വലിയ ഹെവി ഇയറിങ്സ് ആണ് യൂസ് ചെയ്യാറുള്ളെങ്കിൽ വലിയ ചെയിൻസൊന്നും അധികം യൂസ് ചെയ്യാറില്ല. അങ്ങനെ അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റാണ്. അപ്പം അതനുസരിച്ച് ഓരോരുത്തർ പോകാറുണ്ട്. അപ്പോൾ ആഭരണങ്ങളുടെ കാര്യം ഇഷ്ടമാണ്, പക്ഷേ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സ്റ്റഫിലാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. സിനിമയിലും ജീവിതത്തിലും ശാലീന സുന്ദരിയാണെന്ന് ചോദിച്ചാൽ ഓരോ സമയം ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈഫിൽ 24 hours ഇതുപോലെ ചുരിദാറൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. വല്ലപ്പോഴൊക്കെ ചുരിദാർ ഇടാറുള്ളത് സത്യത്തിൽ. ക്യാരക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഓരോ ക്യാരക്ടറിന് ഓരോ രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈൽ ഇങ്ങനത്തെ കാര്യം ഉണ്ടാവും. ഇപ്പോൾ ശാലീന സുന്ദരി ആണോ എന്ന് ചോദിച്ചാൽ ആണ് ഒരു പരിധി വരെ. പക്ഷേ എപ്പോഴും ഭയങ്കര സാരിയോ അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് ഭയങ്കര സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന പെൺകുട്ടിയൊന്നുമല്ല. വളരെ നോർമലായിട്ട് ശരിക്കും വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സ്കൂൾ യൂണിഫോമിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ മീൻസ് ഞാൻ സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു മനുഷ്യൻ പോലും തിരിച്ചറിയില്ല. കാരണം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് സ്കൂൾ യൂണിഫോമിൽ കാണാനും അല്ലാതെ കാണാനും. അപ്പോൾ ശാലീന സൗന്ദര്യം എനിക്കിഷ്ടമാണ്, വളരെ ഇഷ്ടമുള്ളതാണ്, ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. ഓഫ് കോഴ്സ് ഓരോ ടൈംസ് എന്ന് നമുക്ക് പറയാം. സിനിമയിലെ നായിക കഥാപാത്രങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയായിരിക്കും. കാരണം ഓഫ് കോഴ്സ് പുതിയ തീരങ്ങളായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം. അതൊരു ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. എന്നാൽ പോലും ആ സമയത്ത് അതിനെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം ആ ടൈം വരെ വിചാരിച്ചു എനിക്കിനി കിട്ടുന്ന ക്യാരക്ടേഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പുതിയ തീരങ്ങളിലെ താമര എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പുള്ളിപ്പുലി വന്നപ്പോൾ അതിനെയാണ് എനിക്ക് കൂടുതൽ ക്ലോസ് ആയിട്ട് തോന്നിയത്. ഒരുപക്ഷെ ഞാൻ അതിനെടുത്ത എഫേർട്ടായിരിക്കും. ബിക്കോസ് അതിലെ കൈനഗിരി ജയശ്രീ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിൻ്റെ നെയിം തന്നെ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആണ്, ഒരു ഓഡായിട്ട് നിൽക്കുന്ന ഒരു നെയിമാണ് കൈനഗിരി ജയശ്രീ എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നെ ബേസിക്കലി ഒരു ഡാൻസറാണ് ക്യാരക്ടർ. ഡാൻസ് ഒന്നും ഞാൻ വളരെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്, പിന്നെ പ്രാക്ടീസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും കൂടുതൽ സ്ട്രെയിൻ എടുത്ത് 3-4 ദിവസം കണ്ടിന്യൂസ് ഇരുന്നിട്ട് പോലും ഇല്ല. ആ രീതിയിൽ ഭയങ്കര ഹെവി ഹെക്റ്റിക് പ്രാക്ടീസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് എടുത്തൊരു ഫിലിമായിരുന്നു പുള്ളിപ്പുലി. അപ്പോൾ എപ്പോഴും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, ഈവൻ ആ ലൊക്കേഷൻ ആണെങ്കിൽ പോലും ആലപ്പുഴ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസാണ്. പിന്നെ ലാലു അങ്കിൾ ചാക്കോച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്തു, ഈവൻ ഇപ്പോഴും ചാക്കോച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ലൊക്കേഷനും അതുപോലെ ഒരു ക്യാരക്ടറും ആയിരുന്നു പുള്ളിപ്പുലിയിലെ ആട്ടിൻകുട്ടിയിലെ കൈനഗിരി ജയശ്രീ.
ഷോപ്പിംഗ് ക്രേസ് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ഷോപ്പിങ്ങിനോട് ക്രേസ് എന്ന് പറയുന്നത് ഒരു ഇതില്ല. മിക്കവാറും എല്ലാ സാധനങ്ങളും അമ്മ തന്നെ അമ്മേനായിരിക്കും ഞാൻ പറഞ്ഞു വിടുന്നത് ഫസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ. ഞാൻ ആ ഭാഗത്തോട്ട് ശ്രദ്ധിക്കാറേയില്ല. ബിക്കോസ് എനിക്ക് ഒരുപാട് ക്രൗഡിൽ പോയി കഴിഞ്ഞാൽ സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളത് കാരണം ഞാൻ ഷോപ്പിംഗ് ഒക്കെ വളരെ കുറവാണ്. ക്രൗഡിൽ പോകുന്നത് തന്നെ വളരെ കുറവാണ്. പിന്നെ ഷോപ്പിങ്ങിൽ എനിക്ക് ഏറ്റവും ക്രേസ് ഉള്ളതെന്ന് പറയുന്നത് ഞാൻ ചെരുപ്പുകൾ മേടിക്കാൻ, സാൻഡിൽസ് മേടിക്കാൻ കൂടുതൽ നോക്കാറുണ്ട്. പല രീതിയിലുള്ള സാൻഡിൽസ് നോക്കാറുണ്ട്. പിന്നെ എന്താ ചെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഭംഗിയുള്ള ചെയിൻ, മീൻസ് എപ്പോഴും നമ്മൾ കാണാത്ത നെക്ലസ് ടൈപ്പ് അല്ലാതെ കുറച്ച് ലോങ് ചെയിൻ, ഔൾ ചെയിൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ചെയിൻസ് അതുപോലെ സാൻഡിൽസ്, ഈ 2 കാര്യങ്ങളായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത് എനിക്ക്. Hey!